നേര്യമംഗലത്തെ നിർദ്ദിഷ്ട ഫയർ സ്റ്റേഷനിലേക്ക് ആവശ്യമായ തസ്തികകൾ സൃഷ്ടിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. 11 തസ്തികകളാണ് അനുവദിച്ചിട്ടുള്ളത്. ഇതോടെ നേര്യമംഗലം ഫയർ സ്റ്റേഷൻ വൈകാതെ യാഥാർത്ഥ്യമാക്കാനാകുമെന്ന് ആന്റണി ജോൺ MLA അറിയിച്ചു. നേര്യമംഗലത്ത് ഫയർ സ്റ്റേഷൻ ആരംഭിക്കണമെന്ന ഏറെക്കാലമായുള്ള ആവശ്യമാണ് അംഗീകരിക്കപ്പെടുന്നത്. നേര്യമംഗലം ഉൾപ്പെടെ 4 ഫയർ സ്റ്റേഷനുകൾ ആരംഭിക്കുന്നതിനാണ് സംസ്ഥാന മന്ത്രിസഭായോഗം തീരുമാനിച്ചിരിക്കുന്നത്. നേര്യമംഗലത്തേക്ക് 11 തസ്തികകൾ സൃഷ്ടിക്കും. 3 വീതം STO, ASTO തസ്തികകളും 4 SFRO തസ്തികകളും 1 ഡ്രൈവർ തസ്തികയുമാണ് അനുവദിച്ചിരിക്കുന്നത്. ഇതിൽ കൂടുതൽ ആവശ്യമായി വന്നാൽ പുനർവിന്യാസത്തിലൂടെ ലഭ്യമാക്കും. വാഹനങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ ഇതിനകം സ്വീകരിച്ചിട്ടുണ്ട്. ഫയർ സ്റ്റേഷന് ആവശ്യമായ കെട്ടിട സൗകര്യം കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് നേരത്തെ തന്നെ സജ്ജമാക്കിയിരുന്നു. സാംസ്കാരിക നിലയമാണ് ഇതിനായി വിട്ടു നൽകിയിട്ടുള്ളത്. ഹൈറേഞ്ചിന്റെ കവാടമായ നേര്യമംഗലത്ത് ഫയർ സ്റ്റേഷൻ വേണമെന്ന ആവശ്യം ഏറെക്കാലമായി ഉയരുന്നതാണ്. ആന്റണി ജോൺ MLA നിയമസഭയിൽ പലതവണ വിഷയം ഉന്നയിച്ചിരുന്നു. നേര്യമംഗലം അടിമാലി റോഡിൽ ഉൾപ്പെടെ അപകടങ്ങളും മറ്റ് അടിയന്തര സാഹചര്യങ്ങളും ഉണ്ടാകുമ്പോൾ രക്ഷാപ്രവർത്തനത്തിന് കാലതാമസം നേരിട്ടിരുന്നു. കോതമംഗലത്ത് നിന്ന് ഫയർഫോഴ്സ് യൂണിറ്റ് എത്തേണ്ട സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അപകടവും ദുരന്തങ്ങളും മൂലമുള്ള നാശനഷ്ടം വർദ്ധിക്കാൻ കാരണമായിട്ടുണ്ട്. നേര്യമംഗലത്ത് ഫയർ സ്റ്റേഷൻ ആരംഭിക്കുന്നതോടെ രക്ഷാപ്രവർത്തനം അതിവേഗം സാധ്യമാവുകയും അപകടങ്ങളുടെയും ദുരന്തങ്ങളുടെയും തീവ്രത കുറയ്ക്കാൻ സഹായകരമാവുകയും ചെയ്യും. GTV ന്യൂസ്, കോതമംഗലം.